നടക്കുന്നത് പോലെ ഞാൻ നടക്കുക കൂട്ടുകാരെ. കയ്യിൽ സഞ്ചിയും കൊടയും വാക്കത്തി ഇരുമ്പ് വെള്ളം എല്ലാമായിട്ട് പോവുകയാണ് ഞാൻ. ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നില്ലേ, ആന കയറി നിൽക്കുന്നത് അവിടെയാണ് പോകുന്നത്. ആന കാണുമോ കുതിര കാണുമോ എന്ന് ആർക്കറിയാം. അവിടെ കുറച്ച് വസ്തു കിടപ്പുണ്ട്, പോകാതിരിക്കുകയായിരുന്നു, പോകുന്നേ ഇല്ലായിരുന്നു. അപ്പോഴേ അതിൻ്റെ സർവേ ഉണ്ടെന്ന്. അപ്പം ഞാൻ വേണം, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനാണ് എല്ലാത്തിനും പോകേണ്ടത്. അതെല്ലാം എൻ്റെ സഹോദരൻ്റെ വസ്തുക്കളാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം അളന്നത് 3/4 ഭാഗവും സഹോദരൻ്റെ വസ്തുവായിരുന്നു. എനിക്ക് കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അതൊക്കെ ഒരു കഥയാണ്, ഒരിക്കൽ ഞാൻ കൂട്ടുകാരോട് പറയാം. അപ്പോഴേ എവിടെയെങ്കിലും വെച്ചൊരു ഓട്ടോ കിട്ടുകയാണെങ്കിൽ കയറിപ്പോകും. അത് കഴിഞ്ഞിട്ട് ആ ഭാഗം ചെന്ന് കഴിഞ്ഞ് ഞാൻ കാണിക്കാം കേട്ടോ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കേണ്ടിയായിരുന്നു. മരുന്ന് വാങ്ങിക്കാൻ പോകേണ്ടതാണ് മെഡിക്കൽ സ്റ്റോറിൽ. പോകാനെ കൊണ്ടൊരുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വിളി വന്നത്, ഇന്ന് അളക്കുകയാണെന്ന്. അപ്പം പോവുകയാണ്. ഒരു ഓട്ടോ വരുന്നു, ഞാൻ കൈ കാണിക്കട്ടെ. ഒരു ഓട്ടോ വന്നിരുന്നു കൂട്ടുകാരെ. പക്ഷേ ആ പുള്ളിക്കാരൻ അർജൻറ്റായിട്ട് വേറെ എങ്ങോ ഒരു ഓട്ടം പോവുകയാണ്. അതുകൊണ്ട് പോകാനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ ടൈമില്ല എന്ന് പറഞ്ഞു. കുറേ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഓട്ടോ കിട്ടും, ഓട്ടോയ്ക്ക് പോകാം. ഇപ്പോഴേ കൊടും വെയിലാണ്, കൊടും വെയിൽ. ഉച്ചയ്ക്ക് 12 മണിയായി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെയാണ് വന്നത്. ഈ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. കുന്നുകളും പാറക്കെട്ടുകളും ഉള്ള പ്രദേശമാണിത്. അങ്ങനെ പല വിധമുള്ള ആദായങ്ങളാൽ നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂമികൾ. കോലിഞ്ചി, അതാ മെയിൻ കൃഷി കോലിഞ്ചിയാണ്. കണ്ടോ കോലിഞ്ചി കിടക്കുന്നത്? ഇത് 1 വർഷമായ കോലിഞ്ചിയാണ്. 1 വർഷം കഴിഞ്ഞതേ കാണത്തുള്ളൂ ഈ കോലിഞ്ചി. നമ്മുടെ വനപ്രദേശം ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോഴേ ഞാൻ എത്തി കൂട്ടുകാരെ. ഞാൻ നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. കാട്ടുവഴികളിലൂടെയുള്ള യാത്രയാണിത്. അപ്പോഴേ ഇവിടെ വലിയൊരു ഫാമൊക്കെ ഉണ്ട്, കോഴി ഫാം. ഇപ്പം കോഴിയെ വളർത്തലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഇത് കോഴി ഫാമായിരുന്നു. നിറയെ കോഴികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ വളർത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോഴേ നമുക്ക് ഈ കാട്ടുവഴിയിലൂടെ നമ്മുടെ പറമ്പിലേക്ക് പോകാം. ഇവിടൊക്കെ വന്ന് ഞാൻ വഴി അറിയാതുടലുകയാണ് കൂട്ടുകാരി. ഞാൻ എന്തോ ചെയ്യും? വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. കണ്ടിട്ട് പേടി തോന്നുന്നു ആകപ്പാടെ. അതെ, ഞാനിവിടെ പെട്ടുപോയി കൂട്ടുകാരെ, പെട്ടുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? എവിടെയെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് വഴി കാണാം, പോകാൻ നോക്കാം. എവിടെ കൂടെ പോകും ഞാൻ? അങ്ങോട്ടും കിടക്കാൻ വഴി കിടക്കണമല്ലോ. ആനയുണ്ടോ കുതിരയുണ്ടോ ഒന്നും അറിയില്ല. ആനേ നീ വരരുതിപ്പോൾ. കാടാണ്, ഘോരവനമാണ്. ഭയപ്പാടോടുള്ള യാത്രയാണിത്.
ഫാമിലേക്ക് വലിയ ടാങ്ക് നിറച്ച് വെള്ളം അവർ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. ഈ പോസിട്ട് വെള്ളം പിടിക്കുകയാണ്. താഴെ ഒരു വർത്തമാനം കേൾക്കുന്നു കൂട്ടുകാരെ. ഞാനൊന്ന് പോട്ടെ. ഈ അച്ഛനാണെങ്കിൽ രാത്രിയിലും പോട്ടെ, ഈ വെയിലോടെ അവിടെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും പണിയാരി. ഈ എന്താ നിലാവുള്ളപ്പോൾ ഇറങ്ങി പണി ചെയ്യുവേ. പണ്ടന്നേരം അക്കരെ കൂടെ പോകുമ്പോൾ ഇക്കരെ പണി ചെയ്യുന്നത് കാണായിരുന്നു. അവർ പറഞ്ഞ് പേടിച്ച് പോയിട്ടുണ്ടത് ഈ പണി ചെയ്യുന്നത് കണ്ട്. ആളുകള് ഒരു അർദ്ധരാത്രി നിന്ന് പണി ചെയ്യുമെന്ന് പറഞ്ഞു. പണ്ട് ഇവിടെ വെട്ടുമായിരുന്നു. 10 ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാ. ഇച്ചിരി 10-20 മരത്തേന്ന്. ഇനി ഇതെല്ലാം ഓർത്തോണ്ടാ മതി. അതിനോട് പേടിയാ ഈ പറമ്പിൽ കയറാൻ. കോലും ചെയ്യല്ലേ, ചവിട്ടി ഇടിച്ചതുകൊണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ കെട്ടിയിരുന്ന ഈടിയല്ലയോ. വൃത്തിയാക്കി എല്ലാം കാണുന്ന 1-2 തെങ്ങേ ഉള്ളൂ, ബാക്കി 3-4 തെങ്ങ് മുഴുവനല്ലേ. ഇപ്പോഴേ നമ്മുടെ വസ്തുവിൻ ഒക്കെ അളന്ന് കഴിഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒന്നും ഓട്ടോ കിട്ടത്തില്ല. നമ്മളെ മെയിൻ റോഡിൽ ഇറങ്ങണം, എന്നാലേ ഓട്ടോ കിട്ടത്തുള്ളൂ. ഇതൊരു ചെറിയൊരു കാട്ടുവഴിയാണ്. കാട്ടുവഴിയാണെന്ന് പറഞ്ഞാലും ഇത് മൊത്തം കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഇപ്പോഴേ ഞാൻ കാട്ടിലിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാം, ഫോട്ടോ എടുക്കാമല്ലോ വീഡിയോ പിടിക്കാമല്ലോ എന്നും വെച്ച് ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉള്ളവർ വിലക്ക് പോകരുതേ എന്നും പറഞ്ഞ്, അവിടെ ആൾതാമസമൊന്നുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, പോകണ്ട എന്നും പറഞ്ഞ് വിലക്ക്. അതുകൊണ്ട് ഞാൻ പോയില്ല. അല്ലെങ്കിൽ പണ്ട് ശ്രീരാമനും സീതയൊക്കെ ഇവിടെ തപസ്സിരുന്ന പ്രദേശങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ശ്രീരാമൻ തേര് തെളിച്ച റൂട്ട് പാറയിൽ കൂടെ ഉണ്ട്. പാറയിൽ കൂടെ നല്ല വരകളും കണ്ണം പണ്ട് ചൂത് നടത്തിയിരുന്ന വരകളും എല്ലാം ഇന്നും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്നും വെച്ചായിരുന്നു പോകാൻ നോക്കിയത്. പക്ഷേ അവരെ വിലയ്ക്ക് പോകേണ്ടെന്നും പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പോകാൻ പറ്റിയില്ല. അതുകൂടാതെ ഞങ്ങളുടെ വസ്തുവിൻ്റെ 3-4 പറമ്പിനപ്പുറം തടം ഭാഗം പോലെ ഉണ്ട്. തടം അവിടെ പിന്നെ മുനിയറകളുണ്ട്. പണ്ട് കാലത്തെ താമസിച്ചിരുന്ന, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താമസിച്ചിരുന്നവർ മരിച്ചു പോയാൽ അവർ അടക്കിയിരുന്നത്. അത് 2 പാറകൾ സൈഡിൽ വെച്ചിട്ട് നെടുനീളത്തിൽ 2 സൈഡിലെ പാറകൾ വെച്ചിട്ട് മണ്ടയ്ക്ക് നെടുനീളത്തിൽ കല്ലറ പോലെ തന്നെ ഉള്ള പലതുണ്ടത്. അപ്പം അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഡേഞ്ചറാണ്, അതുകൊണ്ട് പോയില്ല. ഇപ്പോഴും നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അമ്പലങ്ങളിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോഴേ ഇങ്ങനെ നടന്ന് പോകാം. 2 സൈഡിലും കൂലിഞ്ചിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇതാ മലഭാഗം കണ്ടോ, ഉണങ്ങി നിൽക്കുന്ന ഈട്ടിത്തടിയോറ്റമാണ്. ഇപ്പോൾ ഇവിടൊക്കെയുള്ള ഈട്ടിത്തടികളൊക്കെ ഉണങ്ങുകയാണ്. കാരണം ഇവിടൊക്കെ നന്നായി ഇടിവെട്ടുന്നുണ്ട്. ഇടിവെട്ടുന്ന പ്രദേശമൊക്കെയാണ് ഇത്. പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാതെ ഉരുൾപൊട്ടലും അങ്ങനെയുള്ള ഇതില്ല. ഇപ്പോഴേ നടന്നു പോവുകയാണ്. ഇതാ റോഡ്.
ഇത്രയും വീതിയുണ്ട്. റോഡേ കൂടെ നമുക്ക് പോകാം. രണ്ട് സൈഡിലും വീടുകളൊന്നുമില്ല, വിജനമാണ്. ഞാൻ മാത്രമാണ് ഇതുവഴി ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ചോദിക്കും, കൂട്ടുകാർ ചോദിക്കും പേടിയില്ലേന്ന്. പേടിയുണ്ടെന്നും പറഞ്ഞ് നമ്മളത് മുഖത്ത് കാണിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, വരുന്നിടത്ത് വെച്ച് കാണുക, അത്ര തന്നെ. ഇപ്പോഴേ പാറക്കെട്ടുകൾ കണ്ടോ കൂട്ടുകാർ? വൻ പാറക്കെട്ടുകളാണ്. ഈ ഒരു പാറ ഇവിടുന്ന് തുടങ്ങി എവിടോട്ട് തീരുന്നെന്ന് പോലും അറിയില്ല. അതുപോലുള്ള പാറക്കെട്ടുകളാണുള്ളത്. ഭയങ്കര റോഡിൽ ഇത്ര നേരം തണലായിരുന്നു, ഇനിയും വെയിലാണ്. നല്ല വെയിലത്തൂടെ പോവുകയാണ് ഞാൻ. ഇപ്പോഴേ ഇതാണ്. പണ്ട് ഇവിടെ പാറമടയായിരുന്നു. ഉണ്ടോ? പാറ പൊട്ടിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പാറ പൊട്ടിക്കാനുള്ള വിലക്ക. കണ്ടോ കൂട്ടുകാരെ കുപ്പികൾ കിടക്കുന്നത്? കണ്ടോ? കുപ്പികളുടെ അഭിഷേകമാണ് ഇവിടെ. ഇവിടെ ഇരുന്ന് വെള്ളമടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വെള്ളമടിക്കുവോ എന്തോ വേണേലും ആകാം. കണ്ടോ? ഏത് സൈസ് വേണോ ഉള്ള കുപ്പികൾ വേണം നിങ്ങൾക്ക്. ഇഷ്ടം പോലെ കുപ്പികളുടെ പടയാണ് ഇവിടെ. ആക്രിക്കാർ വന്നാലേ കുപ്പികളെ എടുത്തുകൊണ്ട് പോകും. ഏതെങ്കിലും ആക്രിക്കാർ കാണുവാണെങ്കിൽ വന്ന് കുപ്പികൾ എടുത്തുകൊണ്ട് പോവുക. ഇത് എന്തൊക്കെയോ സാധനത്തിൻ്റെ കുപ്പികളാണ്, നിറയെ കുപ്പികളാണ് ഇവിടെ. ഇപ്പോഴേ വീട്ടിലെ നിൽക്കുമ്പോഴേ പണ്ട് പറയുമായിരുന്നു, നമ്മുടെ ഓൾഭാഗത്ത് നല്ല വെളിച്ചം കാണുന്നു, അതെന്താന്ന്. പക്ഷേ ഇപ്പോഴല്ലേ അറിയുന്നത് ഈ കുപ്പികളുടെ രഹസ്യവും ആ വെളിച്ചവും. ഇപ്പോഴേ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തപ്പെട്ടു. ഇനിയും നമുക്ക് ഓട്ടോ വരാൻ നോക്കി നിൽക്കണം. ഞാൻ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണേ. നമുക്ക് വരുന്നിടത്ത് വെച്ച് ഓട്ടോയ്ക്ക് കയറിപ്പോകാം. അല്ലാതെ ഒരു ഓട്ടോ പ്രതീക്ഷിച്ച് നിൽക്കാനൊന്നും ഇവിടെങ്ങും പറ്റത്തില്ല. കണ്ടോ? ഒരു തടി കണ്ടോ നിങ്ങൾ? മൊബൈലിൽ പിടിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഉയരമാണ്. നമ്മുടെ മൊബൈൽ അത്ര റേഞ്ചുള്ള അല്ല, അത്ര പവറുള്ള മൊബൈലൊന്നും അല്ലല്ലോ. അപ്പോഴേ ഈ മൊബൈലിൽ ഫോട്ടോ പിടിക്കാനും വീഡിയോ പിടിക്കാനും ഒക്കെ അതിനും ഒരു പരിധി ഉണ്ടല്ലോ. കണ്ടോ? ഇതാണ് മറ്റൊരു മലയാണ് അത്. നമ്മുടെ മെയിൻ റോഡിൽ ഇറങ്ങി. ഇത് ഞങ്ങളുടെ വാർഡല്ല കേട്ടോ, ഇത് വേറൊരു വാർഡാണ്. ഇപ്പോഴേ നമ്മളെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെങ്ങും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മെയിൻ റോഡാണെന്ന് പറഞ്ഞാൽ പോലും വസ്തുക്കൾ മാത്രമാണ്. എല്ലാവരുടെയും വസ്തുക്കൾ ഇങ്ങോട്ട് കിടക്കുകയാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഏക്കർ കണക്കിന് വസ്തുവാണുള്ളത്. എൻ്റെ വലിയൊരു തൊണ്ടിയാണ്. തൊണ്ടിയിലെ വള്ളിയും മറ്റും നിറഞ്ഞ് കിടക്കുന്ന കണ്ടോ? തൊണ്ടിക്ക കണ്ടോ? ഫോണിൽ കൂടെ കാണാമോ എന്നറിയില്ല. ഇത് കണ്ടോ? പൂക്കളുള്ള ഒരു വൃക്ഷം കണ്ടോ? ഭംഗിയുണ്ട് കാണാനല്ലേ? വളരെ ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ പണ്ട് ഉരുൾപൊട്ടലുണ്ടായതാണ് ഇത്. ഇവിടുന്ന് അന്ന് ഭയങ്കര ഉരുൾപൊട്ടൽ ഞങ്ങളുടെ വാർഡിലെങ്ങും അല്ല, വേറെ ഒരു വാർഡിൽ ഉണ്ടായി. ഒരു വീടും ആ വീട്ടിൽപ്പെട്ടവരും എല്ലാം പോയി. ഇപ്പോഴേ ഇവിടെ ഇഞ്ചമുള്ളാണ്. ഇഞ്ചമുള്ളും പടലും
പാറയാണ്, പാറയുടെ പുറത്താണ് ഈ കിടക്കുന്നത്. ഇത് കണ്ടോ, മനോഹരമായ പൂക്കളാൽ ചെടി കണ്ടോ. ഇതൊക്കെ പണ്ട് നേഴ്സറിയിൽ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ കാട്ടിലൊക്കെയാണ് ഈ ചെടിയും ഒക്കെ ഉള്ളത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. തേളിൻ്റെ വിഷത്തിന് ഇതിൻ്റെ ഇലയും വേരും സമൂലാതി പാലിൽ അരച്ച് കുടിച്ചാൽ തേൾ വിഷം മാറിക്കിട്ടും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പള്ളിയിൽ നിന്നുള്ള പ്രസംഗമാണ് കേൾക്കുന്നത്. കോപ്പിറൈറ്റ് ചിലപ്പം വരുമായിരിക്കും. അതുകൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ. ഇത് റോഡ് പണിക്ക് വേണ്ടി മിറ്റില്ലേ ഇവിടെ കൊണ്ടിട്ടേക്കുവാണ്. അതോ റോഡ് പണി കഴിഞ്ഞിട്ട് ബാക്കി വന്ന മിറ്റിലാണോ എന്തോ ആണെന്നറിയില്ല. കുറേ കൂന കൂട്ടി കിടക്കുന്നു. കണ്ടോ, ഇത്രയും മരങ്ങളാണ് ഇവിടെ ഇഷ്ടം പോലെ. കണ്ടോ, വേഗമാണ് നമ്മുടെ വസ്തുവിൻ്റെ മോൾഭാഗത്തെത്തിയേക്കുകയാണ്. നമ്മുടെ വസ്തുവിൻ്റെ മോൾഭാഗത്തായി ഇപ്പോൾ ഞാൻ. അതായത് ഇത് മെയിൻ റോഡാണ്. ഇവിടെ വെള്ളമൊഴുക്ക് കാരണം അവർ പൂട്ടുകട്ടയാണ് ഇട്ടേക്കുന്നത്. അതല്ലേ പേര്. പേരങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പൂവുണ്ടോ, രസമുണ്ടല്ലേ. അപ്പം ഒരു ഓട്ടോ വരുന്നുണ്ട്. ഞാൻ കിട്ടുവാണെങ്കിൽ അതിനങ്ങ് പോവാണ്. നോക്കട്ടെ. അല്ല, ഓട്ടോ അല്ല, ബൈക്കാണ്. ഇല്ല മോനെ, പോയിക്കോ. ഞാൻ ചെറുതെ ഇവിടെ നിൽക്കുക, ഓട്ടോ വരട്ടെ. എനിക്ക് പേടിയാ പൂക്ക കൊത്തി ഞാൻ വീഴുമോന്ന്. അവൻ ചോദിക്കുകയാണ് താഴോട്ട് വിട്ടേക്ക വരാനേ. എനിക്ക് പേടിയാ. ഇപ്പോഴേ മാലയൊക്കെ ഊരി വയ്ക്കാൻ മറന്നുപോയി കൂട്ടുകാരി. ഇപ്പം തന്നെ അത് പറിച്ചുകൊണ്ട് കൊടുത്താൽ കുറഞ്ഞത് 3 ലക്ഷം രൂപ കിട്ടും. ഇപ്പോഴാണ് ഞാൻ മാല പോലും ശ്രദ്ധിക്കുന്നത്. ഞാൻ ഓട്ടോയ്ക്ക് തന്നെ പോകുന്നുള്ളൂ. വിജനമാണ് റോഡ്. ഇവിടുന്ന് താഴ്പോട്ട് പോണം. ഇതാണ് എൻ്റെ പറമ്പ്. എൻ്റെ പറമ്പിലുള്ള ഒരു അഞ്ഞിലിയാണിത്. ഉണ്ടോ? എന്തെങ്കിലും വീട് പണിയിക്കുമ്പോഴേ അഞ്ഞിലി വെട്ടി, റോഡ് ഇറമ്പിലല്ലേ, അഞ്ഞിലി വെട്ടി ഇറക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോഴേ അന്നേ വിട്ടുന്നുള്ളൂ. ഉണ്ട്, ഇതുപോലെ ആഞ്ഞിലി ഉണ്ട് കുറേ. അപ്പോഴേ ഇത് മെയിൻ ആഞ്ഞിലിയാണ്. ഇവിടുന്ന് കുറച്ചിടാ എൻ്റെ സ്വന്തം ആങ്ങളയുടെ വസ്തു കാണിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതാണ് ആങ്ങളയുടെ പറമ്പ്. അങ്ങോട്ട് താഴോട്ട് കുറേയുടെ വീതിയിൽ ഉണ്ട് ഉള്ളതാണ്. അപ്പോഴേ എൻ്റെ പറമ്പിനോട് ചേർന്നാണ് എൻ്റെ ആങ്ങളയുടെ പറമ്പും കിടക്കുന്നത്. എനിക്ക് തന്ന വീതമാണ് എൻ്റെ ഫാദർ. ഇത് അവൻ്റെ വീതമാണ് അത്. ഇപ്പോഴും ഇതിലും റബ്ബറാണ്. വെട്ടിക്കളയാറായി. അടുത്ത വർഷം ഇത് വെട്ടിക്കളയാനാണ്. വെട്ടിക്കളഞ്ഞിട്ട് ഒന്നീ അൽബീസിയ വയ്ക്കണമെന്നാണ് പ്ലാന്. ആങ്ങളെ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. ഇപ്പോൾ ഷോർട്ടടിക്കുകയാണ്. അപ്പം ഇവിടുന്നും വേറെ ഒരു വാർഡിൽ വരെ നമുക്ക് കുറച്ച് ഭൂമി കിടപ്പുണ്ട്. ഇവിടോട്ടൊക്കെ വാ കൂട്ടുകാരെ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പ്രകൃതി ഭംഗി ഇഷ്ടം പോലുണ്ട്. ഇഷ്ടം പോലെ കണ്ണിന് കാതിനും കുളിർമ ഏകുന്ന സംഗതികൾ ഇവിടെ ഉണ്ട്. അതായത് കാഴ്ചകൾ കാണാനും കിളികളുടെ ശബ്ദവും എല്ലാം ഒരുപാട് സുന്ദരമാണ് കാണാൻ ഈ പ്രദേശം. ഒരു വീടെന്നത് എൻ്റെ സ്വപ്നമാണ്. എന്ന് സാധിക്കും
ഇപ്പോൾ സാധിക്കുമെന്നൊന്നും അറിയില്ല കൂട്ടുകാരെ. നമുക്ക് വീടിന് വേണ്ടി തടികൾ ഇഷ്ടം പോലുണ്ട്. ഇനിയും വീട് വെക്കാൻ കൊള്ളാവുന്ന ഒരു പറമ്പ് വാങ്ങിക്കണം. അതിന് മകന് ജോലി വേണം. നല്ലത് നടക്കുമായിരിക്കും അല്ലേ കൂട്ടുകാരെ? എന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നത്? ഇപ്പോഴേ നമ്മുടെ ഓട്ടോക്കാരൻ വരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല തണലായതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിന്നതാണ്. അപ്പം ഇവിടെ വരും ഓട്ടോക്കാരനിട്ട്. മേളിൽ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത്. ആരുമില്ല, ഇവിടെങ്ങും വീടുകളേ ഇല്ല. പക്ഷേ വീടൊക്കെ വയ്ക്കാൻ അനുയോജ്യമായ പറമ്പുകളാണിത് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഒരുപാട് പറമ്പുകളുള്ളതുകൊണ്ട് എല്ലാവരുടെയും മെയിൻ സിറ്റി പോലുള്ളിടത്താണ് വീടുകൾ. കണ്ടോ, ഇത് KV ലൈനാണ് പോയേക്കുന്നത്. ഇവിടെയൊക്കെ കറണ്ട് കിട്ടാൻ, കറണ്ട് വെള്ളം എല്ലാം കിട്ടുന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ വീട് വയ്ക്കാനും നല്ലതല്ലേ. പക്ഷേ മനുഷ്യരാർക്കും വേണ്ട ഇവിടെങ്ങും. ആർക്കും വെക്കാനെന്ന് പറഞ്ഞാൽ വെച്ചോളുള്ള മക്കൾ കൂടുതലുണ്ടായിരുന്നു, വെച്ചോളുമായിരുന്നു. ഇപ്പം ഒന്നും ഒരു മുറിയും മക്കളേ ഉള്ളൂ. അപ്പോൾ അവർ അന്യദേശത്തും വിദേശങ്ങളിലുമാണ് കൂടുതലും ഇവിടങ്ങളിലുള്ളവരെല്ലാം. അപ്പോൾ അവർ സെറ്റിലായേക്കുന്നതാണ് കൂടുതലും വിദേശത്തൊക്കെ. പിന്നെ പ്രായമായവരും മധ്യവയസ്കരും ജോലിയില്ലാത്തവരും ഒക്കെ ഉള്ളൂ ഈ നാട്ടിൽ. അവർക്ക് വീടുണ്ട്, അവർ അതിൽ കഴിയുന്നു. ആർക്കും ആവശ്യമില്ല, പിള്ളേർക്ക് വസ്തുവും വകയൊന്നും ആവശ്യമില്ല. എങ്ങനെ വസ്തുവും വകയും ഉണ്ടെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ പണി ചെയ്യിപ്പിക്കും. എന്തോ ഒരു പണിക്കൂലി കൂടുതലാണെന്നറിയാമോ? പണിക്കൂലി കൂടുതലാണ്. എന്തോ ചെയ്യും മനുഷ്യർ? അതുകൊണ്ട് കാടുകളൊക്കെ കയറി നശിച്ചാണ് ഓരോരുത്തരുടെയും ഭൂമി കിടക്കുന്നത്. ഇപ്പോഴേ വീട്ടിലെത്തി ചായ ഇടുകയാണ്. ചോറ് ചൂടാക്കാനുണ്ട്, ചോറ് ചൂടാക്കാം. മീൻതോരൻ ചൂടാക്കാനിരിപ്പുണ്ട്, മീൻതോരൻ ചൂടാക്കണം. സാമ്പാറുണ്ട്, അത് കൂട്ടി കഴിക്കണം. കൂടുതൽ ഒന്നും തയ്യാറാക്കുന്നതൊന്നും കാണിക്കാനുള്ള മാനസികാവസ്ഥ തീരെ മോശമാണ്, ശാരീരിക അവസ്ഥ. കുഞ്ഞി വാ, കുറച്ച് പൊടിയിട്ടു. കുറച്ച് പഞ്ചസാരയും ഇട്ട് ചായ കുടിച്ചിട്ട് ചോറ് ചൂടാക്കണം. അമ്മയ്ക്ക് ഗുളികയ്ക്ക് പോകുന്നത് ഇന്ന് അമ്മ ഗുളിക തിന്നാതിരിക്കട്ടെ, നാളെ പോകാം. ഇന്നെനിക്ക് വയ്യ പോകാൻ. പിന്നെ മീൻതോരൻ ചൂടാക്കാനായിട്ട് ഞാൻ ഈ അടുപ്പിലോട്ട് വെക്കട്ടെ. മത്തിത്തോരന് കഴിഞ്ഞ ദിവസം വെച്ച മത്തിത്തോരന് മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ചൂടാക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കുകയാണ്. അതായത് ഇത്രയും തോരനുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ. ചൂടാക്കി ഇപ്പോഴത്തേക്കുണ്ട്, അത് കഴിക്കാം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി. കുഞ്ഞി കുഞ്ഞി അമ്മയുടെ കുഞ്ഞിയാണിത്. അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ ഇവര്. അമ്മ ഇരുന്നാലേ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലേ ആ ഇരിക്കുന്ന കസേരയുടെ കാലിൽ ചെന്നിരിക്കും. ഇത് അമ്മ പേരിട്ടേക്കോടെ, കുഞ്ഞി 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 കുഞ്ഞി. ഇപ്പോഴ് നമ്മുടെ ചോറ് ചൂടാക്കാനായിട്ട് അടുപ്പയിലോട്ട് വെച്ചു. അത് ചൂടായി കഴിയുമ്പം ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അച്ചാറൊക്കെ ഉണ്ട്, തൈരുണ്ട്, ഇതൊക്കെ മതി. പിന്നെ വൈകിട്ട് ചോറ് വേണ്ട, ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇപ്പോഴേ ഒരു നേരമേ ചോറ് അങ്ങനെ കഴിക്കാറുള്ളൂ. ചപ്പാത്തി ഉണ്ട്, സാമ്പാറുണ്ട്,
പിന്നെ വേറെ എന്തെങ്കിലും ഒരു കറി കൂടെ വയ്ക്കാം. അങ്ങനെ വൈകിട്ടത്തെയും ഭക്ഷണം ശരിയാക്കാം. ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കണം. ഒന്നും തുടയ്ക്കാതൊക്കെയാണ് കയറിപ്പോയത്. അപ്പോഴേ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കൊന്നും വ്യൂസ് ഇല്ല കൂട്ടുകാരെ. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ. അപ്പോഴേ ഇന്നത്തേക്ക് വിട. താങ്ക് യു.